മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സീക്രറ്റ് ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ, ദ ഇൻസൈഡർ സ്ട്രാറ്റജി. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. സൊമാറ്റോയുടെ IPO വന്നപ്പോൾ നിങ്ങൾക്കറിയോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ആരാന്ന്? IPO ഇൻവെസ്റ്റേഴ്സ് അല്ല, ഇൻഫോ എഡ്ജ്, Naukri.comന്റെ പാരന്റ് കമ്പനി. അവരായിരുന്നു സൊമാറ്റോയുടെ ഏർലി ഇൻവെസ്റ്റേഴ്സ്. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ടാറ്റ എടുക്കാം. ടാറ്റ ടെക്നോളജീസ്. ഇവരുടെ IPOന്റെ ഹൈപ്പ് വന്ന സമയത്ത് അവരുടെ പാരന്റ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, ഇവരുടെ ഷെയർ ഒരു ഒറ്റ മാസം കൊണ്ട് 37% അപ്പായത്. സോ ഇവിടെയെല്ലാം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് IPO ഇൻവെസ്റ്റേഴ്സ് അല്ല. ഇങ്ങനെയാണ് പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് മറ്റുള്ളവർ കാണാത്ത ഓപ്പർച്യൂണിറ്റീസിനെ സ്പോട്ട് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾ പറ, ഇതിനു മുന്നേ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ, അതോ ജസ്റ്റ് ക്രൗഡിനെ ഫോളോ ചെയ്യാൻ? ഞാൻ ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഒന്ന് ഇമാജിൻ ചെയ്യും, ഇത്തരം ഏർലി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാലോ?